നമസ്കാരം. TCVയുടെ എല്ലാ പ്രേക്ഷകർക്കും പൂരസന്ധ്യയുടെ മനോഹരമായ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് 10 ദിവസത്തിലേക്ക് എത്തുകയാണ്. എത്രയോ അതിഥികൾ, എത്രയോ പേരുമായിട്ട് നമ്മൾ സംസാരിച്ചു, വിശേഷങ്ങൾ പങ്കിട്ടു, പൂരവിശേഷങ്ങളും കൈനിറിയ സമ്മാനങ്ങളും ഒക്കെ ആയി നമ്മൾ എത്ര ദൂരങ്ങൾ സഞ്ചരിച്ചു. ആ പൂരത്തിലേക്ക് നമ്മൾ പതുക്കെ നടന്ന് അടുക്കുകയാണ്. ഇന്നത്തെ ദിവസം പൂരം സന്ധ്യയ്ക്ക് വിരാമം കുറിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി, പൂരവിശേഷങ്ങളുമായി പൂരനഗരിയിൽ ഞങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ പൂരസന്ധ്യയ്ക്ക് തുടക്കം കുറിക്കാം. സ്വാഗതം. അപ്പോൾ നമ്മൾ പൂരപ്രദർശന നഗരിയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ വർഷവും വ്യത്യസ്തമായ സ്റ്റാളുകളുടെ ഒരു കേന്ദ്രം തന്നെയാണ് പൂരപ്രദർശന നഗരി. എല്ലാ വർഷവും പതിവ് തെറ്റിക്കാതെ നമ്മുടെ ഈ ഒരു സ്റ്റാളും ഈ ഒരു ശാസ്ത്രപരമായ ഒരുപാട് വിജ്ഞാനപ്രദമായ സ്റ്റാളുകളൊക്കെ ധാരാളമുണ്ട്. അതിൽ ISR സ്റ്റാൾ എന്ന് പറയുന്നത് നമുക്ക് സുപരിചിതമായ ഒരു സ്റ്റാളാണ്. ഈ കുറിയും ഏറ്റവും പുതുമകൾ തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. സാറേ നമസ്കാരം. പേര്? എൻ്റെ പേര് ഹരികൃഷ്ണൻ. ഞാൻ ISROയുടെ കേന്ദ്രമായിട്ടുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലുള്ള ഒരു ഗ്രൂപ്പ് ഡയറക്ടറാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഈ 21-ാം തീയതി ആയിരുന്നു നമ്മുടെ ഈ സ്റ്റാള് ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ താങ്കൾ സൂചിപ്പിച്ച പോലെ വിസ്മയ കാഴ്ചകൾ പൂരനഗരിയിൽ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്ഥിരം നമ്മളൊരു ആ കാഴ്ചപ്പാടിൽ ഇത്തവണ നമ്മളെ ISROയുടെ വിഷൻ 2047 അങ്ങനെ ഒരു പദ്ധതി നമുക്ക് പ്രധാനമന്ത്രി വിഭാവനം ചെയ്യുന്ന അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ പതിവ് പോലെ നമ്മൾ ഒരു അറൗണ്ട് ഒരു 6000 സ്ക്വയർ ഫീറ്റ് ഭാഗത്തുണ്ട് നമ്മളെ സാറ്റലൈറ്റിൻ്റെയും ലോഞ്ച് വെഹിക്കിളിൻ്റെയൊക്കെ മോഡൽ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ സാറ്റലൈറ്റുകളുടെ 10-1 വലിപ്പത്തിലുള്ള റോക്കറ്റ് വിക്ഷേപണ വാഹനങ്ങളാണ്. PSLV, GSLV, LV-M3. ഇപ്പോൾ നമ്മൾ PSLVയെ പറ്റി അറിയാം, അത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ്. GSLV നമുക്ക് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. മൂന്നാമത്തത് നമ്മൾ ചന്ദ്രയാൻ ഒക്കെ വിക്ഷേപിച്ചിട്ടുള്ള വെഹിക്കിളാണ് LV-M3. അപ്പോൾ ഇത് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ എന്ന പേരിൽ NGLV എന്നുള്ളത് നമ്മൾ ഈ വിഷൻ 2047 ഭാഗമായിട്ടുള്ള റോക്കറ്റാണ്. ഇത് ഇതുവരെ പറഞ്ഞിട്ടില്ല, അതിന്റെ മാതൃകയാണ്. അതെ അതെ അതെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് താങ്കൾക്ക് അത് കണ്ടാൽ മനസ്സിലാവുന്നത് ഇത് ഏകദേശം ഒരു ഇതുവരെ ഉള്ളത് ഏറ്റവും വലിയതാണ്. അതെ അതെ, ഏറ്റവും വലിയ റോക്കറ്റാണ്. 16 ടൺ ആയിരിക്കും ഇതിന്റെ സാറ്റലൈറ്റ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇത് സെമി ക്രയോജനിക് എൻജിൻസ് ആയിരിക്കും ഇതിലേക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ സെമി ക്രയോജനിക് എഞ്ചിൻ ടെക്നോളജി നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി 2035 ആണ് നമ്മൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനും അതിൻ്റെയൊക്കെ മോഡലകത്തുണ്ട്. അതൊക്കെ വിക്ഷേപിക്കാനായിട്ടും ചന്ദ്രയാൻ 4 പോലെയുള്ള പദ്ധതികളും അതുപോലെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന പദ്ധതികളൊക്കെ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് NGLVയുടെ ആവശ്യകതയിലേക്ക് എത്തുകയാണ്. നമുക്ക് എന്തെങ്കിലും അകത്തേക്കൊന്ന് കയറി നോക്കാം. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറെ അറിവ് നൽകുന്ന ഒരു സ്റ്റാളാണ്. തീർച്ചയായിട്ടും പൂരപ്രദർശന നഗരിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ സ്റ്റാളിൽ സന്ദർശനം നടത്തിയിരിക്കണം. ഒരുപാട് അറിവുകളുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയൊക്കെ ഇങ്ങനെയുള്ള പൂരപ്രദർശന നഗരികളിലൊക്കെ തന്നെയാണ് ഒരു പിടി അറിവുകൾ നമുക്ക് സമ്മാനിക്കാൻ പറ്റുക. അത്തരം അറിവുകൾക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനുള്ള ഇവിടുത്തെ ഗൈഡുകൾ അടക്കം, ഇവിടുത്തെ സാറുമാരടക്കമുണ്ട്. നമുക്കറിയാം, ഇതിപ്പോൾ ഒരു മോഡലാണ് അല്ലേ? അതെ അതെ, ഇത് ലൂണാർ കോളനിയുടെ ഒരു വിഷ്വലൈസേഷനാണ്. അപ്പോൾ നമ്മൾ ഭാവിയിൽ നമുക്ക് ചന്ദ്രനിലൊരു കോളനി തുടങ്ങേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു കൺസെപ്റ്റ് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചന്ദ്രനിൽ അന്തരീക്ഷമില്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാം. അതുപോലെ തന്നെ പുറത്തൊക്കെ സഞ്ചരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സ്പേസ് സ്യൂട്ടിൻ്റെ ഒക്കെ റിക്വയർമെൻറ്റ് വരും. അപ്പോൾ അതുപോലെയുള്ള ഒരു കോളനി ആയിരിക്കും. പിന്നെ നമ്മൾ ആ ദൂരെ അത് ഭൂമിയാണ്. അപ്പോൾ ഭൂമിയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഒരു ഇതുപോലെയുള്ള ഒരു ഓർബിറ്റർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള ഒരു ശാസ്ത്ര പരീക്ഷണങ്ങളുടെയൊക്കെ റിസൾട്ടുകൾ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു വിഭാവനം ചെയ്തിട്ടുള്ള ഒരു മാതൃകയാണ്. ഏകദേശം ഈ ഒരു മോഡലിലാവാനാണ് സാധ്യത. അതെ അതെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊന്ന് അറിവിലേക്ക് കൊടുക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി ഭാവിയിൽ ചന്ദ്രനിലെത്തിയാൽ അവിടുത്തെ ഏകദേശം ഒരു കോളനി, ആ ഒരു താമസിക്കുന്ന രീതികളും ആ കാണുന്നതാണ് ഭൂമി. ആ കാണുന്ന ഭൂമിയിൽ നിന്നാണ് ഇവിടേക്ക് സിഗ്നലിൽ വന്ന്. അപ്പോൾ ഒരുപക്ഷെ ഇനിയുള്ള കാലഘട്ടം, ഈ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ മാറിയിരിക്കാം. ഇപ്പൊ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ കാലാനുസൃതമായ ശാസ്ത്രീയ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരും. ശാസ്ത്രലോകം നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമുള്ള ഒരു പുതിയ ലോകത്തിലേക്ക് 2023 ഓഗസ്റ്റ് 23-ാം തീയതി നമ്മൾ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തല്ലോ. അത് അതിലെ യഥാർത്ഥത്തിൽ ബാക്കിയുള്ള ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു ചന്ദ്രനിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു അതിനെ
ലോകരാജ്യങ്ങൾ കണ്ടതും. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 100 ലോഞ്ചിന്റെ അല്ലേ ആ ഒരു ഓർമ്മ അല്ലേ? അതെ, നമ്മളിപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്മുടെ വിക്ഷേപണ വാഹനമായ SLV നമ്മൾ ഏറ്റവും ആദ്യം വിക്ഷേപിച്ചത് 1979-ലാണ്. അപ്പോൾ അത് പ്രോജക്ട് ഡയറക്ടർ അബ്ദുൽ കലാം ആയിരുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം. അതുപോലെ നമ്മൾ 2ാം നിര ആയിരുന്നു ASLV. പിന്നെയാണ് നമ്മുടെ പടക്കുതിര റോക്കറ്റായിട്ടുള്ള PSLV. ഇപ്പോൾ PSLV ഇപ്പോൾ ഇതുവരെയുള്ള വിക്ഷേപണങ്ങൾ 67ഓളം വിക്ഷേപണങ്ങൾ ഉണ്ട്. അതുപോലെ GSLV LVM-3 7 ലോഞ്ച് കഴിഞ്ഞു. അതുപോലെ SSLV, പിന്നെ നമ്മൾ അവിടെ തന്നെ നടത്തിയിട്ടുള്ള RLV പരീക്ഷണവും. അതായത് അങ്ങനെ 100ഓളം അല്ലേ? ഈ വർഷം ജനുവരിയിൽ നമ്മൾ 100 മിഷൻസ് ആണ് നമ്മൾ ഇസ്രോയുടേതായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ കൗതുകങ്ങളിലേക്ക് പോവാം. എങ്ങനെയാണ് ആളുകളുടെ ഫീഡ്ബാക്ക്? എങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ വരുമ്പോഴുള്ള ആ ഒരു നമ്മൾ ഇവിടുത്തെ സ്റ്റാഫ് ഇവിടെ ഏകദേശം ഒരു 10 സ്റ്റാഫോളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ 2 ഷിഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇസ്രോ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും കൗതുകകരമായിട്ട് താങ്കൾക്കറിയാം, പ്രദർശന നഗരിയിലൊക്കെ കയറി കഴിഞ്ഞാൽ കൂടുതലും വിപണന സ്റ്റോളുകളാണുള്ളത്. ഇത് നമ്മുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, അതായത് ഇന്ത്യയുടെ സ്വന്തം മാസഗ്രഹം അന്തരീക്ഷത്തിൽ ഒരുങ്ങുകയാണ്. അത് നമ്മൾ ഏറെക്കുറെ നമ്മൾ 2028 ആദ്യത്തെ ഒരു 5 മോഡ്യൂളായിട്ടാണ് ഇതിനെ നമ്മൾ വിക്ഷേപിക്കുക. 2028 കാണാൻ പോകുന്നത് വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക്. അതെ. അപ്പൊ നമുക്ക് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ പറ്റി താങ്കൾക്കറിയാം. തീർച്ചയായിട്ടും. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ USA, USSR, ജപ്പാൻ അങ്ങനെയുള്ള വിവിധ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയിലാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ ചൈനയുടെ ടിയാങ്കോങ് സ്പേസ് സ്റ്റേഷൻ, ഇത് രണ്ടുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ ഒരു ഇതിലേക്ക് ഇന്ത്യ കുതിച്ചു ചാടുകയാണ്. അതെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം വരെ നമുക്ക് സുനിത വില്യംസ് എല്ലാവരുടെയും ആശങ്കയായിരുന്നു. അതെ, അപ്പോൾ സുനിത വില്യംസ് വരികയാണ്. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു നിലയമാകുമ്പോൾ ഭാരതത്തിന് ഒരു പരീക്ഷണശാല, സ്വന്തമായൊരു പരീക്ഷണശാല. എനിക്ക് തോന്നുന്നു ശാസ്ത്ര ലോകം നമ്മൾ കാണാൻ പോകുന്നത് ഈ 2028 2030 ആവുമ്പോൾ നമ്മുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങുന്ന തരത്തിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ അവിടുത്തെ ഇതാണോ? എങ്ങനെയാണ് ഇതിന്റെ? അതായത് താങ്കൾക്ക് അറിവുള്ളതുപോലെ ഇപ്പൊ നമ്മൾ PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മോഡ്യൂൾ POEM എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ PSLVയുടെ അവസാനത്തെ സ്റ്റേജ് നമ്മൾ സാറ്റലൈറ്റിനെ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേജിലെ ഒരു ഓർബിറ്റൽ ടെസ്റ്റ് പ്ലാറ്റ്ഫോമായിട്ട് 3 ആഴ്ചയോളം സമയങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പരീക്ഷണശാലയിൽ വെച്ച് ഈ കഴിഞ്ഞ തവണത്തെ PSLV ഉപയോഗിച്ച് നമ്മൾ അവിടെ വിത്ത് മുളപ്പിച്ചു. അതായത് ആ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു മോഡലാണ്. അതായത് അപ്പോൾ അവിടെ നമ്മൾ ഈ കാണുന്ന ഭാഗത്തായിരുന്നു വൻപയറിന്റെ വിത്തുകൾ ചെയ്തിരുന്നത്. അത് സമയാസമയം വെള്ളം ഒഴിക്കാനും അതുപോലെ അതിനകത്ത് ഒരു മണ്ണിലാണ് നമ്മൾ ഇട്ടിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും വൻ വിജയമായിരുന്നു. തീർച്ചയായിട്ടും ഇതിനകത്ത് വീഡിയോ വരുന്നുണ്ടാവും. അതുപോലെ ഇത് ഒരു റോബോട്ടിക് മാനിപ്പുലേറ്റർ ആണ്. ഇത് നമുക്ക് സ്പേസിൽ വെച്ചിട്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് അതിനകത്ത് വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നമുക്ക് ഒരു വസ്തുവിനെ ഒരു ബഹിരാകാശ മാലിന്യമാകട്ടെ മറ്റൊരു വേറൊരു സാറ്റലൈറ്റ് ആകട്ടെ നമുക്ക് ഈ കാണുന്ന ആം ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് നിയന്ത്രിച്ച് കൈയായിട്ട് എടുക്കാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. വലിയ എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾ ഇവിടെ വരുന്ന കുട്ടികളുടെ ആ ഒരു ഫീഡ്ബാക്ക് അവർ ഇതൊക്കെ പുറത്തായിട്ട് ഇറങ്ങുമ്പോൾ കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ അട്രാക്ട് ചെയ്യുന്നത് നമ്മളെ ഭൂമിയിലുള്ള താങ്കളുടെ ഭാരം താങ്കൾക്കറിയാം. ഇപ്പോൾ നമ്മൾ ശൂന്യാകാശത്ത് മറ്റൊരു ഗ്രഹത്തിൽ പോകുമ്പോൾ എത്രയായിരിക്കും നമ്മുടെ ഭാരം അതറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണിത്. അപ്പോൾ അത് ഈ ഇവർ മാറുമ്പോൾ താങ്കൾ തന്നെ കയറി നോക്കാം. എന്തായാലും ശൂന്യാകാശത്തിൽ മനുഷ്യന്റെ ഭാരം എത്ര? മറ്റ് ഗ്രഹങ്ങൾ പ്ലാനറ്ററി സിസ്റ്റം മൊത്തം ഇവിടെ ഉണ്ട്. അപ്പോൾ സൂര്യന്റെ ചുറ്റുമാക്കി 8 ഗ്രഹങ്ങളാണല്ലോ ഉള്ളത്. ഭൂമി ഉൾപ്പെടെയുള്ള മറ്റ് ഗ്രഹങ്ങളിൽ നമ്മുടെ ഇപ്പോൾ അവിടെ ഭൂമിയിൽ ഇപ്പോൾ 69 കിലോഗ്രാമാണ് കാണിക്കുന്നതെങ്കിൽ അതേ വ്യക്തിക്ക് ചന്ദ്രനിൽ 11.7 ഉണ്ടാവുള്ളൂ. എന്തായാലും ഭയങ്കര ഒരു അതായത് ഗ്രാവിറ്റിയുടെ വ്യത്യാസമാണ് കാണിക്കുന്നത്. ഭൂമിയിലുള്ളക്കാളും ഗ്രാവിറ്റി കൂടുതലും കുറവും അനുസരിച്ചിട്ട് മാറ്റം വരികയാണ്. അപ്പൊ താങ്കൾ ഒന്ന് പരീക്ഷിച്ചു? തീർച്ചയായിട്ടും. ഞാൻ എന്തായാലും കയറി നോക്കുകയാണ്. ഭൂമിയിലുള്ള എൻ്റെ തൂക്കം എത്രയാണെന്ന് ആദ്യം നോക്കാം. എൻ്റെ തൂക്കം 76.7 ആണ്. അപ്പോൾ ഇതാ ഓരോ വശൽ 13.1 ഉള്ളൂ.
ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ 13.1 അങ്ങനെ ഓരോ ഗ്രഹത്തിലും എനിക്കൊന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇവിടെ വരുന്ന. ചേച്ചി എങ്ങനെയുണ്ട് ഈ ഒരു സ്റ്റാളുകളൊക്കെ കയറുമ്പോൾ അവസ്ഥ എങ്ങനെയാണ്? എല്ലാം നല്ല തന്നെയാണ്. ഇതെനിക്ക് ആദ്യത്തെ അനുഭവമാണ്. അതാണ് ഞങ്ങൾ വേഗം ട്രൈ ചെയ്ത് നോക്കിയത്. ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്റ്റാളുകൾ സത്യത്തിൽ നമുക്ക് കിട്ടുന്നത് ഒരുപാട് അറിവാണ്. നമ്മുടെ കുട്ടികൾക്ക് സമ്മാനിക്കുന്നതും ഒരുപാട് അറിവുകളാണ്. ഇത് ഒരുപക്ഷെ നമുക്കൊന്നും ഇത്രയേറെ അറിവുകൾ കിട്ടാൻ മറ്റൊരിടമില്ല. ഇല്ല, അത് ഇവിടെ ഇങ്ങനെയുള്ള പറഞ്ഞത് കയറിനേക്കാളും മുന്നേ തന്നെ ISRO എന്തായാലും കയറണം, മിസ്സാക്കരുത് അമ്മയെന്ന്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന തൃശ്ശൂർ നഗരിയിൽ വരുന്ന ഒരുവിധം എല്ലാ ആളുകളും ഇൻഫോർമേറ്റീവ് ആണ്. ഇങ്ങനെയുള്ള 2028 ആവുമ്പോൾ നമ്മളൊക്കെ എന്താകുമെന്ന് വരെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതെ, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇതിന്റെ ഫീൽ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. എത്രയുണ്ടായിരുന്നു? ശരിക്കും നമ്മള് വെയിറ്റ് സെയിം എർത്തിൽ നമ്മള് പുറമെ നമ്മൾ വെയിങ് മെഷീനിൽ നോക്കണം, അതേ വെയിറ്റ് തന്നെയാണ്, എല്ലാം എക്സാക്ട് ആണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ബാക്കിയുള്ള ആ ഒരു സാറ്റലൈറ്റ് അവസ്ഥ അറിയുന്നത്. അപ്പൊ എന്തായാലും ചന്ദ്രനിലും ഒക്കെ എത്ര തൂക്കൊന്നും മനസ്സിലായില്ലേ? അതെ, അതാണ് ഫ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ള കാരണം. ഒത്തിരി സന്തോഷം. മോനെ എങ്ങനെയുണ്ടടാ ഫീല്? നല്ലതാണ്. ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ടോ? ഒരു സ്ഥലത്തെ വെയിറ്റ് നോക്കി ഇവിടെ കയറിയപ്പോൾ ആ ഒരു ഇതൊക്കെ സാറുമാര് പറഞ്ഞു തരുന്നുണ്ടോ? പറഞ്ഞു തരുന്നുണ്ടല്ലേ. മോന്റെ പേര്? ആൻസ്ബർട്ട്. പുതിയ കാലഘട്ടത്തിന്റെ മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച ഒരു അറിവ് തന്നെയല്ലേ ഈ സ്റ്റാളുകളൊക്കെ? വളരെ നന്നായിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷനൊന്നും കിട്ടാറില്ല. പതിവ് വിപരീതമായി കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ലൊരു എക്സ്പ്ലനേഷനും മറ്റത് ഇങ്ങനെ അവരവിടെ ഇരിക്കും, അത് നമ്മളിങ്ങനെ കടന്നു പോകുന്നല്ലാണ്ടേ വേറെ ഒന്നും ഫീൽ ചെയ്യാറില്ല. തീർച്ചയായും ISRO എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെതാണ്, എല്ലാ വർഷവും പതിവ് പോലെ. പക്ഷെ അതിലും ഒരുപാട് അറിവുകളാണ് ഓരോ വർഷം നമുക്ക് കിട്ടുന്നത്. സാറൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണ്, ചിലപ്പോൾ എല്ലാ കൊല്ലം വരാറുണ്ട്. ഇതിൽ ഒത്തിരി സന്തോഷം. എത്രയുണ്ട് ഭൂമിയിൽ? എത്ര തൂക്കമുണ്ട് നോക്കിയോ? അല്ല, ഞാൻ കേറിയില്ല. അപ്പൊ ഒന്ന് കയറി നോക്കാം. അദ്ദേഹത്തിന് 76 ഉണ്ട്, 76 കിലോ ഉണ്ട് കേട്ടോ. 12.9. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ സാറിലേക്ക് വീണ്ടും ചെയ്യുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഒരുപക്ഷെ ഈ വരുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു വിജ്ഞാനം എന്ന് പറയുന്നത്, അല്ലേ? വലിയൊരു നമസ്കാരം സാർ. ഞാൻ പറയാതെ ഇവിടെ വരുന്ന ഇപ്പോൾ ഓരോ ആളുകൾ വരുന്ന ഫീഡ്ബാക്ക് പറയുന്നത് ഒരുപാട് അറിവ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഉദാഹരണത്തിന് 2028 ആകുമ്പോൾ നമ്മൾ എങ്ങനെയെന്ന് വരെയും ഒരു മുൻധാരണ തരുന്നു. ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിലൊന്നും ഇങ്ങനെ ചിന്താഗതി ഇല്ലെങ്കിൽ ഒരു ശാസ്ത്രം വളരുന്നതനുസരിച്ച് കൂടുതൽ അറിവുകൾ വിദ്യാർത്ഥി സമൂഹത്തിനും പൊതുസമൂഹത്തിനും ഇപ്പോൾ തന്നെ അവിടെ വരുന്ന ആളുകളെല്ലാം തന്നെ ഇത് കാണുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്, അത് ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ്? പൊതുവിൽ തൃശ്ശൂരിൽ വരുന്ന ആൾക്കാർ പൂരത്തിന്റെ ഒരു വൈബാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് ഒരു നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു സ്റ്റാൾ എന്ന നിലയ്ക്കാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് കുറച്ചുകൂടെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ വിഷ്വലായിട്ട് നമ്മൾ പലതും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗഗനിയാനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത് കാണുന്നതിന് തന്നെ ആൾക്കാർ ഇവരെയൊക്കെ ഫോട്ടോയിൽ കണ്ട് പരിചയമുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഗഗനിയാൻ്റെ രീതികൾ എന്നുള്ളത് നമ്മളിപ്പോൾ വീഡിയോ കാണിച്ചു. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ നമ്മൾ കാണിച്ചിരിക്കുന്ന എല്ലാ സെക്ഷനുകളിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസ് ഉൾപ്പെടെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ വളരെ ക്രിയാത്മകമായിട്ടാണ് ആൾക്കാർ തിരിച്ച് ഇങ്ങോട്ടും ഇടപെടുന്നുണ്ട്. അത് നമ്മൾ ചെയ്തതിന്റെ എഫക്ട്, അതായത് നല്ല രീതിയിൽ തന്നെ ആൾക്കാർ റെസ്പോൺസ് കിട്ടുന്നു. തീർച്ചയായും. അപ്പോൾ ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകട്ടെ. തൃശ്ശൂർ നഗരം ഒരു സാറ്റലൈറ്റ് കാണുന്നത് ഇതുപോലെ ഇതേ അവസ്ഥയിലാണ്. അതായത് നമുക്ക് ശക്തൻ തമ്പുരാൻ പാർക്ക്, നെഹ്റു പാർക്ക്, അത് തൃശ്ശൂരിനെ ഒരു സാറ്റലൈറ്റ് കാണുന്നു. IRS സാറ്റലൈറ്റ് നമ്മൾ ഈയിടെ വിക്ഷേപിച്ച ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള 1:3000 ഒരു എന്താ പറഞ്ഞാൽ ഒരു സെന്റിമീറ്റർ 3000. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പറമേൽക്കാവ് ടെമ്പിളും വടക്കുംനാഥനും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി ഹാൾ അടക്കം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ കൂടുതൽ വിവരങ്ങളിലേക്കും കൂടുതൽ അറിവുകളിലേക്കും എത്തണമെന്നുണ്ട്. പക്ഷേ സമയപരിമിതി നമുക്കുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പൊതുസമൂഹത്തിലെ പുതിയ തലമുറകളിലെ എല്ലാ മക്കളും നിർബന്ധമായിട്ട് അവരുടെ മാതാപിതാക്കൾ ഈ ISRO സ്റ്റാളിൽ എത്തിയിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അറിവുകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു നിമിഷം തന്നെയാണ്. സാർ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവിധ ഭാവങ്ങളും സാർ നേരുന്നു. വീണ്ടും വരും വർഷം നമുക്ക് കണ്ടുമുട്ടാം. എനിക്ക് തോന്നുന്നു ISRO ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സ്റ്റാളാണ്. ഇവിടെ സന്ദർശിക്കാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ VSSCയിൽ ഒരു സ്പേസ് മ്യൂസിയം ഉണ്ട്. അതുപോലെ എല്ലാ മാസവും മൂന്നാമത്തെ ബുധനാഴ്ച ഒരു റോക്കറ്റ് ലോഞ്ച് ഉണ്ട്. ശരി. അത് ശരിക്കും തീർച്ചയായിട്ടും തൃശ്ശൂർ നിവാസികളെ നമ്മൾ അതൊരു പുതിയ ഒരു അറിവാണ്. സാറ് ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കാം.
അപ്പോൾ നമുക്കറിയാം ഇവിടെ പൂരനഗരിയിൽ വരുന്ന എല്ലാവർക്കും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു, വിസ്മയ കാഴ്ചകളൊക്കെ കണ്ടു. ISR ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ ഒരു സ്പേസ് മ്യൂസിയം ഉണ്ട്. അവിടെ എല്ലാ വർക്കിംഗ് ഡേയും തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ്. വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കാം അതിൻ്റെ പ്രവേശനം. അതുപോലെ ഒരു എല്ലാ മാസവും 3ാമത്തെ ബുധനാഴ്ച അവിടെ നിന്ന് ഒരു റോക്കറ്റ് ലോഞ്ച് 11:45-നാണ്. തീർച്ചയായിട്ടും അതും കുട്ടികൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും 3ാമത്തെ ബുധനാഴ്ചയും 11:45-നാണ് ഈ റോക്കറ്റ് വിക്ഷേപം. ഇതൊക്കെ ഒരു പുതിയ അറിവാണ് അല്ലേ? അപ്പോൾ തിരുവനന്തപുരത്തിലേക്കൊക്കെ പോകുന്ന, പ്രത്യേകിച്ച് വിനോദസഞ്ചാരത്തിനൊക്കെ പോകുന്ന വിദ്യാലയത്തിലെ അധ്യാപകരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനൊരു സംഭവം കൂടെ അവിടെയുണ്ട്. അത് കാണുവാനുള്ള അവസരമുണ്ട്, അതും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ ഈ ഒരു ടീമിന് നേരുന്നു. ഒത്തിരി സന്തോഷം. നന്ദി. അപ്പോൾ ഞങ്ങൾ മറ്റുള്ള പുതുമയാർന്ന കാഴ്ചകളിലേക്കൊക്കെ മുന്നോട്ട് പോവുകയാണ്. നമസ്കാരം. ഇൻഷാല്ലാ. എന്താ പേര്? ഷഹീൻ. എവിടെ സ്ഥലം? എവിടെയാണ്? വടക്കാഞ്ചേരി. ഇവിടെ പ്രവാസിയാണോ? എവിടെയാണ്? അല്ല, നാട്ടിൽ നമുക്കൊരു പെർഫ്യൂം ഷോപ്പ് ഉണ്ട്. പെർഫ്യൂമാണ്. അതിന്റെയൊക്കെ ജോബും ആയിട്ട് നടക്കുന്നില്ല. പെർഫ്യൂമറാണ്. ഇഷ്ടപ്പെട്ട സ്മെല്ല് നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട്. ഓ, ശരി. അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അല്ല, അത് ഓൾറെഡി നമ്മൾ ചെറുപ്പം മുതൽ ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ രംഗത്തേക്ക് എങ്ങനെ വന്നേ? അത് ചെറുപ്പം മുതൽ അതിന് താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ ഇങ്ങനെ കയറി അപ്പൊ നമുക്കൊരു സ്മെല്ല് കിട്ടി കഴിഞ്ഞാൽ അത് ഏതാ സ്മെല്ല് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ല് അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓ, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മൾ എത്ര സമയം എടുക്കും? എങ്ങനെയാണത്? അത് 5 മിനിറ്റ് മതി. 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കൊണ്ട് നമുക്കത് 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു സ്മെല്ല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പറ്റും. അതേപോലെ നമുക്ക് സ്മെല്ല് ഇപ്പൊ മിക്ക ആൾക്കാരും ഇപ്പൊ പഴയ സ്മെല്ലല്ല, ഓരോരുത്തർക്ക് അവരുടേതായ യൂണിക്ക് സ്മെല്ല് വേണം പറഞ്ഞിട്ട് അങ്ങനെ മേക്ക് ചെയ്തിട്ടാണ് നമ്മൾ സ്പ്രേ ഉണ്ടാക്കുന്നത്. ഇത് ഈ ഒരു ഇതിലേക്ക് ഒരു പ്രത്യേകമായ ഒരു കഴിവ്, മീൻസ് ഒരു താല്പര്യമല്ലേ? താല്പര്യം വേണം. അതെന്ന് വെച്ചാൽ ഒരു സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്മെല്ല് ഏതാണ്, ചിലർ ഇപ്പോൾ 1 മില്യൺ, അതേപോലെ ജോർദാൻ, അങ്ങനെ ഓരോന്നിന്റെ സ്മെല്ലുണ്ട്. അപ്പൊ അത് നമുക്ക് മണത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് അതിൽ കാര്യം. ചെറുപ്പത്തിലെ ഈ പറയുന്ന സ്പ്രേ പെർഫ്യൂമിനോട് താല്പര്യം ഉണ്ടായിരുന്നു? ഓ, താല്പര്യം ഉണ്ടായിരുന്നു. അതെടുത്ത് ഇങ്ങനെ മണത്ത് നോക്കലായിരുന്നോ പണി? അല്ല, നമുക്ക് കൂടുതൽ ലാസ്റ്റിങ്, അതായത് നമ്മൾ അടിക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്പ്രേ ഏത് വേണമെങ്കിലും നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ ഇഷ്ടപ്പെട്ട് പിന്നെ ഇപ്പം അത് അതിലൊരു ലഹരിയാണ്. നമുക്ക് ഞാനിപ്പോൾ ഒരു 3-4 അടിച്ചിട്ടാണ് വരിക. അത് നമ്മളോട് ചോദിക്കും ഏതാണെന്ന് ചോദിക്കും. ഇപ്പൊ ചെറിയ 5 അടിച്ചിട്ടുണ്ടാവും. 5 കണ്ടോ, ഞാൻ പഠിച്ചു. ബ്രൂട്ടല്ല, നമ്മൾ മിക്സറായിട്ട് വരുന്ന ബ്രൂട്ടിന്റെ ആ ഒരു. അല്ല, അത് നമ്മൾക്ക് 2-3 ആഡായിട്ട് വരുന്നതാണ്. അങ്ങനെ സ്മെല്ല് ബ്രൂട്ടിന്റെ ആയിട്ട് നമുക്ക് തോന്നാണ്, ഫെമിലിയർ ആയിട്ട് തോന്നാണ്. പക്ഷെ ബ്രൂട്ടല്ല. ഞാൻ പറഞ്ഞില്ലേ ബ്രൂട്ടിന്റെ സ്മെല്ല് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ആ ഒരു സ്മെല്ലിന്റെ ഒരു കുത്തൽ കിട്ടി. ഇനി ഞാൻ അടുത്ത കൂടെ ഗസ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കോബ്ര. യെസ്, കോബ്ര. 2ാമത്തെ സ്മെല്ല് ഞാൻ ഉത്തരം പറഞ്ഞിരിക്കണം. അപ്പൊ എനിക്കൊരു ഇത് കഴിയുമ്പോൾ എനിക്ക് ആളൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. കോബ്ര 2ാമത്തെ സ്പ്രേ കോബ്രയാണ്. 3ാമത്തത് ബ്ലൂ ലേഡി ഇല്ല. പക്ഷെ ബ്ലൂ ലേഡിയിലെ യെസ്. അപ്പൊ 3ാമത്തെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കട്ടെ. ഇനി 4ാമത്തെ പറയാൻ പോണേ. സ്പ്രേ അല്ല, ഒരു അത്തറും കൂടെ കൂടി മിക്സ് ചെയ്തേക്കണം. അത്തറ് നമ്മള് ഒരു അധികം തേക്കാറില്ല, സ്പ്രേ ആണ്. സ്പ്രേ തന്നെ മിക്സ് ആണ് എങ്കിലും കുഴപ്പമില്ല. ഞാൻ ബാക്കി 2 കൂടെ ഒന്ന് പറയാമോ? അതല്ല, നമുക്ക് വെച്ചെങ്കിൽ നമ്മൾ ഒരു ഡെൻഹില് പറഞ്ഞിട്ട് ഡിപ്റ്റിക്ക് പറഞ്ഞിട്ട് 2 വരും. ഷാറുഖ് ഖാൻ അടിക്കുന്നതാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു ജോർദാൻ പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അതുപോലെ നമ്മുടെ ആദ്യത്തെ അതിഥി ചില്ലറ അതിഥിയല്ല കിട്ടിയത്. അതായത് നമുക്ക് ഏത് സ്മെല്ല്, അതായത് നമുക്കിഷ്ടമുള്ള ആ ഒരു സുഗന്ധത്തിനനുസരിച്ച് സ്പ്രേ നിർമ്മിക്കുന്ന ഒരാളാണ്. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ചോദിക്കുകയാണ്, നമ്മളെ ചില ആളുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ആളുകളുണ്ട്, അവർ നമ്മളിൽ നിന്ന് വേർപെട്ട് പോവുകയാണ്. ആ വേർപെട്ട് പോകുമ്പോൾ ആ വ്യക്തിയുടെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് എന്നെന്നും നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ആൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വയർപ്പിന്റെ സ്മെല്ല്. നമ്മളിപ്പോൾ ഞാൻ സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഊരിടുന്ന ഒരു സ്മെല്ല് ഉണ്ടാവും, അതിന്റെ സ്മെല്ലാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഒരാളുടെ കറക്റ്റ് ഒരു മണം, എക്സാക്ട് മണം നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അത് അത്തരത്തിൽ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാണ്ട് നമുക്കൊരു വ്യക്തിയുടെ ഒരു സ്മെല്ല് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് തീരെ പറ്റില്ല. അതങ്ങനെ അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രത്തിന്റെ ഏത് സ്മെല്ല് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
കൊല്ലം സുധിയുടെ ഒക്കെ ഇങ്ങനെ അത് അവരുടെ ഡ്രസ്സിന്റെ ആ സ്മെല്ല് നോക്കിയിട്ടാണ് എഴുതുന്നത്. യൂസഫ് പേരൊന്നും പറഞ്ഞോളൂ. എൻ്റെ പേര് ഷെഹിൻ. ഷെഹിൻ. അപ്പൊ ഷെഹിൻ താമസിക്കുന്ന വടക്കാഞ്ചേരിയിലാണ് കേട്ടോ. ആർക്കെങ്കിലൊക്കെ ആവശ്യകതയൊക്കെ ഉണ്ടെങ്കിൽ വടക്കാഞ്ചേരിയിലേക്ക് പോകാം അല്ലേ? എന്തായാലും ഒത്തിരി സന്തോഷം. പാട്ട് പാടും വരണം? ഇല്ല. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഏറെ സന്തോഷത്തോട് വീണ്ടും കണ്ടുമുട്ടാം പൂരസന്ധി. ഇവിടെ കുറച്ച് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, അവരിലേക്കൊന്ന് നമുക്ക് കടന്നു പോകാം. നമസ്കാരമുണ്ട്. എന്താ പേര്? ഷാബു. സാബു എവിടെ നിന്ന്? ഞങ്ങള് വീട് കേരള കോളേജിന്റെ അവിടെയാണ് താമസിക്കുന്നത്. പറപ്പൂരാണ്. പറപ്പൂര്. ലിജിത. അനന്യ. എത്രയിലായി? ഇപ്പൊ 10th. ഇപ്പൊ ഈ വർഷം 10th-ലാണോ? മോനോ? 6ലേക്ക്. ചേച്ചി വല്ല ജോലി വല്ല? സ്വസ്ഥം ഗൃഹഭരണം. കാർപ്പൻ്ററാണ്. ഇപ്പൊ എങ്ങനെയാ പൂരത്തിന് ലീവ് ഉണ്ടോ? ഞാൻ ഇപ്പൊ ലീവിലാണ്. വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ നാട്ടിൽ വന്നോളൂ. കണ്ണൂരായിരുന്നു വർക്കിനായിരുന്നു. അപ്പൊ ഇനി എങ്ങനെയാ നമ്മുടെ പൂരത്തിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയാ? ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാരും കൊണ്ടുവരുവോ അത് ഒറ്റയ്ക്കാണോ വരുന്നത്? അതാദ്യം ഞാൻ ചോദിക്കട്ടെ. അയ്യ, സാധാരണ ഇങ്ങനെ ആണോ? അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ ഒരുക്കങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാ? ഞങ്ങള് സാമ്പിളിന് പോരുവോ? അതേ സാമ്പിളിന് ഞങ്ങൾ വരാറില്ല. ഞങ്ങള് തൊട്ടടുത്തല്ലേ? അതെ, ഞങ്ങൾ താമസിക്കുന്നത് അവിടെയാണ്. പറപ്പൂരാണ്. ഓ, പറപ്പൂരായത് കാരണമാണ്. പിന്നെ ഞങ്ങള് 6-ാം തീയതി വരാറില്ല. ഞങ്ങള് പിറ്റേ ദിവസം ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ പൂരത്തിനാണ് വരുന്നത്. അപ്പൊ അന്ന് നമ്മുടെ പകൽപൂരത്തിന്റെ വെട്ടിക്കെട്ട് എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇവിടെ നിന്നൊക്കെ അടിക്കും കെട്ടക്കെട്ടാന്ന് അല്ലേ? കഞ്ഞി കുടിച്ചിട്ട് വേണോ പോണേ? കഞ്ഞി കുടിക്കും. അതിനുശേഷം സൗജന അറിയില്ല, ആൾക്കാർ അറിയില്ല. ഒരു കഞ്ഞി പരിപാടി ഉണ്ട്, ഒരു ഷർജുണ്ടാവില്ല. പക്ഷെ എങ്ങനെയുണ്ട് ആ പകൽപൂരത്തിന്റെ മേളം? പൊളിയാണ്. ഫ്രണ്ട്സ് ഒക്കെ വരാറുണ്ടോ? നിങ്ങൾ 3-4 പേരും. ചേച്ചി എങ്ങനെ? അടിപൊളിയാണ്. ഈ വർഷത്തെ ആദ്യത്തെ വിസിറ്റിംഗ് ആണോ? അല്ല, ഇത് ഈ വർഷത്തെ ആദ്യത്തെയാണോ? ഇനിയിപ്പോ എത്ര പ്രാവശ്യം ഉണ്ടാവും? ഇനി വരും. ഇനി അതാണ്. ഇനി പൂരത്തിന്റെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വീണ്ടും പോകും. അപ്പൊ എന്തായാലും എൻജോയ് ചെയ്യാം. മുന്നായിട്ട് ഞങ്ങള് ചമയം കാണാൻ വരാറുണ്ട്. ചമയത്തിനൊന്നും ഇറങ്ങും. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാണ് കേട്ടോ. ആ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് സമ്മാനം തരികയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി. കൃത്യമായിട്ട് ആൻസർ പറഞ്ഞു. കാരണം എന്തുകൊണ്ടാ? ഞാനിങ്ങനെ പറഞ്ഞു പ്രായമുള്ള ഒരാളാണെന്നല്ലേ. എന്തായാലും സന്തോഷമായില്ലേ? അപ്പോൾ നമ്മൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ആണ് നമുക്ക് ഈ പൂരസന്ധ്യയിൽ 10 ദിനവും സമ്മാനങ്ങൾ തന്നത്. നല്ല കിടിലൻ സമ്മാനങ്ങൾ തന്നെയാണ് ഈ കുറി നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ സാധിച്ചത്. കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ ബിജു VP സാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സാറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സാറെ സ്വാഗതം. അപ്പൊ നമ്മൾ ഈ ഇന്നത്തെ ആദ്യത്തെ അതിഥി സാബുചേട്ടനാണ്. സാബുചേട്ടന് സമ്മാനം അടിച്ചിരിക്കുകയാണ്. സാബുചേട്ടൻ ഹാപ്പിയായോ? ഹാപ്പി. ഇത് പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചില്ല. ചുമ്മാ ഒരു ഫോട്ടോ എടുത്ത് നിന്നാണ് അല്ലെ? ഞങ്ങൾ ഈ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. എങ്ങനെയുണ്ട്? പൊളിയാണോ? ആ, എപ്പോഴെങ്കിലും ഒന്ന് കണ്ടുമുട്ടുന്നത്. അതാണ് ഞങ്ങൾ പറയാറുണ്ടല്ലോ, 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് ഈ പ്രദർശന നഗരിയിൽ എവിടെയെങ്കിലും ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ ഇതാണ്. അപ്പൊ നമുക്ക് സമ്മാനം മേടിക്കാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം ഇപ്പൊ ലഭിച്ചിരിക്കുകയാണ്. ഹാപ്പിയായോ? ഹാപ്പി. അപ്പോൾ സാറോട് ഒപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. സാറേ, ഞാൻ മുന്നേ സൂചിപ്പിച്ചാൽ തന്നെ ഈ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഈ പ്രാവശ്യം കൊടുത്ത സമ്മാനം ഒരുപാട് പേർക്ക് സന്തോഷം നിറഞ്ഞ നിമിഷമാണ്. ഈ ഒരു 10 ദിവസം പ്രേക്ഷകരുടെ അടുത്തേക്ക് നമുക്ക് ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാത്രം നിൽക്കുന്ന ആളുകളല്ല, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം കേരള വിഷന്റെ ഒരു സമ്മാനം ആയിട്ട് നമ്മൾ കൊടുക്കാനും വിശേഷങ്ങളൊക്കെ പങ്കിടാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കേരള വിഷൻ പൂരം സന്ധ്യയോടൊപ്പം പങ്കുചേർന്നതിന് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ഞങ്ങൾ നന്ദി പറയുകയാണ്. എങ്ങനെ പോകുന്നു? ആദ്യം പൂരത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. പൂരം നമ്മളും തൃശ്ശൂർക്കാരനാണ്. പൂരം കുറച്ചുകൂടി ആഘോഷം കൂടും. എന്തായാലും പൂരം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂട്ടായ്മയുടെയും സന്തോഷത്തിന്റെയും ആഘോഷത്തിൻ്റെ ഒക്കെ സമയമാണ്. അത്തരത്തിലൊരു സമയം തന്നെയാണ് കേരള വിഷനെ സംബന്ധിച്ചും ഇതൊരു ആഘോഷത്തിന്റെ സമയം തന്നെയാണ്. നമ്മൾ ഈ വർഷം നമ്മുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് 1000 കോടി ടേൺ ഓവറിന് മുകളിൽ നമുക്ക് എത്താൻ സാധിച്ചു. അത് കേരളത്തിൽ വളരെ കുറച്ച് കമ്പനികളുള്ളൂ. ആ ഒരു റേഞ്ചിലേക്ക് നമ്മുടെ കമ്പനി എത്താൻ സാധിച്ചു. അത് വലിയൊരു സന്തോഷമാണ്. കൂടാതെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ DOT അല്ലെങ്കിൽ ട്രായുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ 4ാമത്തെ ഏറ്റവും ഉപഭോക്താക്കളുള്ള കമ്പനിയായിട്ട് നമുക്ക് മാറാൻ സാധിച്ചു. ഇതൊക്കെ നമ്മളുടെ ഈ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ ജനകീയമായി നിൽക്കുന്ന നമ്മളുടെ കമ്പനിയുടെ ഒരു
എന്താ അതിന്റെ ഒരു ഗുണം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഏറ്റവും കുറവ് നിരക്കിൽ ഏറ്റവും നല്ല സർവീസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചത്. കയ്യെത്തും ദൂരത്തെ ഏറ്റവും മികച്ച സേവനം. അതെ. അതുപോലെ നമ്മൾ TCV പോലുള്ള നമ്മുടെ ഈ ചാനലുകളിലൊക്കെ ആൾക്കാരുടെ ഇടയിലുള്ള സ്വാധീനം ഇതൊക്കെയാണ് നമ്മളുടെ ഈ കസ്റ്റമർ നമ്മുടെ കൂടെ നിൽക്കാനുള്ള സാധിച്ചത്. അതിലെന്തായാലും എല്ലാ ഉപഭോക്താക്കളും നമ്മുടെ കേരള വർഷന്റെ ഈ ഒരു അച്ചീവ്മെന്റിനെ സഹായിച്ച എല്ലാ ഉപഭോക്താക്കളും. സാറേ, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്. ഇപ്പോൾ മറ്റുള്ള കേരള നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കേരള വിഷനിലേക്ക് വരാനായിട്ട് താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും കേരള വിഷന്റെ അവിടുത്തെ ഓപ്പറേറ്ററുമായിട്ട് സംസാരിക്കാം. ഇനി അതല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് വിളിക്കാൻ പറ്റുന്ന ടോൾ ഫ്രീ നമ്പറുകളോ മറ്റോ ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? അതെ, തീർച്ചയായും. നമ്മളെ എല്ലാ ഉപഭോക്താക്കളും, കേരളത്തിലെ എല്ലാ ഉപഭോക്താക്കളും നമ്മളേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഒരുപാട് പുതിയ സ്കീമുകളും ഓഫറുകളൊക്കെ അത്തരം കസ്റ്റമേഴ്സിന് നൽകുന്നുണ്ട്. നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ഓപ്പറേറ്ററെയാണ് സമീപിക്കുകയാണ് ഏറ്റവും നല്ലത്, പെട്ടെന്ന് നമ്മളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അഥവാ അത്തരം സാഹചര്യത്തിൽ അവരെ നമ്പർ കിട്ടാത്തതുണ്ടെങ്കിൽ നമ്മുടെ കേരള വിഷൻ എന്ന് വെറുതെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വെബ്സൈറ്റുകളും അല്ലെങ്കിൽ അതിൽ ചാറ്റ് ബോട്ടും വാട്സാപ്പിലാണെങ്കിലും നമുക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ നെറ്റിന്റെ ഒക്കെ വലിയ ഒരു തലത്തിലേക്ക് സാധാരണ ജനങ്ങളിലേക്കും നെറ്റ് സർവീസിലേക്ക് എത്തുകയാണ് അല്ലേ? അതെ. അത്തരത്തിൽ നമ്മൾ കെഫോണുമായി സഹകരിച്ചുകൊണ്ട് ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഓപ്പറേറ്റർ ത്രൂ ആണ് ഇത്തരം സർവീസുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിവിധ മേഖലകളിൽ പല ഗവൺമെന്റിന്റെ എല്ലാ സ്കീമുകളിലും നമ്മൾ സഹകരിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം. കേരള വിഷന്റെ നെറ്റ് കണക്ഷനോ സൂചിപ്പിക്കാനുണ്ട്. നമ്മൾ ഈ പൂരമായി ബന്ധപ്പെട്ട് കേരള വിഷൻ നമ്മളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ പൂരം സമയത്ത് ആർക്കും മൊബൈൽ റേഞ്ചോ സംവിധാനമൊന്നും കിട്ടില്ല, അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പൂരമായി ബന്ധപ്പെട്ട് നമ്മളുടെ എല്ലാ ഉപഭോക്താക്കളും അവർ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന്റെ കണക്ഷൻ ഉപയോഗിച്ച് തൃശ്ശൂർ വടക്കുന്നാഥിന്റെ പ്രദേശങ്ങളിലെല്ലാം വൈഫൈ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ ഏത് ഉപഭോക്താക്കൾക്കും അവരുടെ യൂസർ നെയിം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആ ഇന്റർനെറ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വൈകാതെ കേരളത്തിന്റെ ഒരു സ്പന്ദനമായിട്ട് കേരള വിഷൻ മാറട്ടെ. കേരള വിഷൻ ഇതിനോടകം തന്നെ ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. തടസ്സമില്ലാത്തൊരു സേവനം തന്നെയാണ് കേരള വിഷന്റെ നെറ്റ് സംവിധാനമാണെങ്കിലും അതുപോലെ തന്നെ ചാനലാണെങ്കിലും മറ്റുള്ള സംവിധാനങ്ങളാണെങ്കിലും കേബിൾ ഓപ്പറേറ്റർമാരൊക്കെ ഏറ്റവും മികച്ച ഒരു സർവീസ് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ കേരള വിഷനുമായി ബന്ധപ്പെട്ട് നെറ്റ് സൗകര്യങ്ങളുമോ അതുപോലൊപ്പം തന്നെ സെറ്റ് ബോക്സ് മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ ഏത് നിമിഷവും വിളിക്കാവുന്നതാണ്. അതിനുള്ള മതിയായ സൗകര്യങ്ങൾ കേരള വിഷൻ ഒരുക്കുന്നുണ്ട്. എന്തായാലും ഒപ്പം നിൽക്കട്ടെ. തൃശ്ശൂരിന്റെ പൂരത്തോടൊപ്പം കേരള വിഷൻ എന്നും എപ്പോഴും ഉണ്ട്. അപ്പോൾ മറ്റുള്ള അതിഥികളിലേക്കൊക്കെ വേഗം ഞങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ കൂടുതൽ അതിഥികളിലേക്ക് വരികയാണ്. ഇവിടെ ആദ്യം ഒരു പാട്ട് പാടിക്കാനുള്ള ഒരു ശ്രമമാണ്. ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് പോവാം. അപ്പോൾ പാട്ട് പാടിത്തരുമോ? തുടങ്ങിയോ? ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാക്കുവാൻ കണ്ണനെ കരിമുകിലംബരനെ മധുരാമിത മുരളി നയതീയാമേ ഞാനോ നീയോ ഇരുള് നീണ്ടി വന്നു. ഓക്കെ, അപ്പോൾ പേര്? ഋതിക. എവിടുന്നാ വരുന്നേ? വെളിയങ്കോട്. അവിടെ ഇങ്ങനെ ആലോചിക്കുക, ഞാൻ എവിടുന്നാ വരണേ? പേര്? ഐശ്വര്യ. എത്രയല്ല പഠിക്കണേ? സന്തോഷ്. എവിടെ സ്ഥലം? തൃശ്ശൂർ. ചേച്ചി പേര്? അജിത പ്രശാന്ത്. വെളിയങ്കോട്. പാട്ട് പാടാൻ ഇതിനു മുമ്പ് പൂരസന്ധ്യ പങ്കെടുത്തിട്ടുണ്ടോ? എന്തില്ലാ? ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തില്ല. എവിടെയോ കണ്ടുവരുന്നുണ്ട്. ദിവ്യ. വെളിയങ്കോട്. ബാലകൃഷ്ണൻ. വെളിയങ്കോട്. ഭാർഗവി. ഇതെന്തത്? മേടിച്ചതാണോ എറിഞ്ഞിട്ട് കിട്ടിയതാണോ? അല്ലല്ല, മേടിച്ചാലേ. അല്ല, അവിടെ എറിയുന്ന ഒരു സംഭവം ഉണ്ട്, ഗെയിമുണ്ട്. അപ്പൊ എങ്ങനെയാണ് പൂരത്തിന്റെ വൈബായോ? അടിപൊളി, സൂപ്പർ ആയിട്ട്. ടൈം കിട്ടിയില്ല, അതാണ് സമയം പോരാ. ഇത്തിരി നേരത്തേക്ക് പോരായിരുന്നു. കുറച്ച് നേരത്തെ വരായിരുന്നു. പിള്ളേരൊക്കെ റൈഡിൽ കയറി ടൈം ഇത്രയും. അടിച്ചാലോ? ഓക്കെ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആ ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറയാൻ ഒരു കിടിലൻ സമ്മാനമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉറപ്പാണോ?
പേരെന്താ? ദിവ്യ. ദിവ്യ ചേച്ചി. ദിവ്യ ചേച്ചി PSC പഠിക്കുന്നില്ല? പഠിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടിയായിരുന്നല്ലോ. ഇപ്പൊ സമ്മാനം കിട്ടിയില്ലേ? അതാണ്. അപ്പൊ ചോദ്യം ഒന്ന് കൈയടിച്ചേ. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. ഉത്തരം ഇടുക്കിയാണ്. അപ്പൊ ഒരു പാട്ട് പഠിക്കാം. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെൻ്റെ അച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉണരുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. ഓക്കെ, അച്ഛനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോട്ടെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. മുന്നോട്ട് വരൂ. ഹാപ്പിയായോ? കുറച്ച് അതിഥികളിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. ചേട്ടാ അടുത്ത് നിന്നുള്ളൂ. കുറേ നേരമായില്ലേ കാത്തൊക്കെ തുടങ്ങിയിട്ട്? എന്തായാലും ഒത്തിരി സന്തോഷം. എവിടെ നിന്ന് വരുന്നേ? വില്ലടം. പേര്? രേവതി. ജ്യോതി. രാഹുൽ. എന്താ ചെയ്യണേ? ഞാൻ മാരുതിയിൽ വർക്ക് ചെയ്യണം. എങ്ങനെയാണ്? ഒന്നും വാങ്ങിയില്ലേ? എവിടെ വാങ്ങിയ സാധനങ്ങളൊക്കെ? അവിടെ ഒളിപ്പിച്ചിട്ടുണ്ട്. ചുരിദാറ്, നൈറ്റി. അതാണ് ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ? അല്ല ഞാൻ ചോദിക്കണേ, ഇത് ശരിക്കും പറഞ്ഞാലും ഈ ചുങ്കിടി ചുരിദാറുകൾക്കൊക്കെ ഒരുപാട് വെറൈറ്റികളുള്ള സ്ഥലമല്ലേ? കാരണം ഇങ്ങനെ വരുമ്പോഴാണ് നമുക്കത് കളക്ഷൻസ് കിട്ടും. നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുമെങ്കിൽ ഇത്രയ്ക്ക് വൈഡായിട്ട് ഇപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സത്യം. അല്ല നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു ട്രഡീഷൻ, ഇങ്ങനത്തെ ഒരു ഡിസൈൻ പാറ്റേൺ ഒന്നും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഒന്നെങ്കിൽ ഓൺലൈൻ പർച്ചേസ് വേണം. പക്ഷെ അത് ഇവിടെ വരുമ്പോൾ എങ്ങനെയാ നമുക്ക് അറിയില്ല. ഇവരാകുമ്പോ പിന്നെ നേരിട്ട് അത് കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു സ്ഥിരം മേടിക്കാറുണ്ടോ? ക്വാളിറ്റി എങ്ങനെയുണ്ട്? മീഡിയം. ഹൈ ക്വാളിറ്റി അല്ല, അത് വേണ്ട, അതിനുള്ള റേറ്റിലേ ഉള്ളൂ. എന്താ ചെയ്യണേ ചേച്ചി? ഞാനിപ്പോ B.Ed കഴിഞ്ഞു. സ്വസ്ഥം ഗൃഹഭരണമാണോ അല്ല പഠനമാണോ? നോക്കുന്നുണ്ട്. ഒക്കെ ശരിയാവും. അടുത്ത പ്രാവശ്യം ആകുമ്പോൾ റെഡി ആവും കേട്ടോ. ഞാനാ പറയുന്നത്. റെഡി ആയി കഴിഞ്ഞാൽ ചെലവ് ചെയ്യോ? തീർച്ചയായിട്ടും. ഓ സന്തോഷം. അമ്മ എങ്ങനെയുണ്ട്? എല്ലാ കൊല്ലം വരാറുണ്ട്. ഈ പ്രാവശ്യം കുറച്ചുകൂടി നേരത്തെ എത്തി. എങ്ങനെയാണ് ജോലിയൊക്കെ? ലീവ് ഉണ്ടാവോ? എല്ലാവരുമായിട്ട് ഒരു വരാറുണ്ട്. പിന്നെ എല്ലാ കൊല്ലം വരാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏതാ? എല്ലാം ഇഷ്ടം. നമ്മൾ ഓരോ രാവിലെ വന്ന് പിന്നെ വൈകുന്നേരം പോകുള്ളൂ. അല്ല ഞാൻ ആനപ്രേമിയാണ്. അപ്പൊ ഈ പ്രാവശ്യം രാമനുണ്ട്. രാമൻ ഇല്ലാന്നുള്ള പേടിയായി. അങ്ങനെ ഉണ്ടായിരുന്നു. രാമനില്ലെങ്കിലും ഒരുപാട് ആനകളുള്ള കാരണം അതൊരു കുറവായി. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, നമ്മുടെ ആ പൂരത്തിന്റെ തലേ ദിവസം നമ്മുടെ മോഡൽ ബോയ്സിന്റെ മുൻഭാഗത്ത് ആനകളെ നിരത്തുന്ന സമയം വരാറുണ്ടോ? ഞാൻ വന്നില്ലെങ്കിലും ആളവിടെ അല്ല അതല്ല, അതെനിക്കറിയാം. ആളെന്തായാലും ഫുൾ ടൈം അവിടെ ഉണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ആളുടെ കൈ പിടിച്ച് വരണം. ഞാൻ പറഞ്ഞ തന്നെ വരരുത്, ഇത് കാണിച്ചു കൊടുക്കണം. ഞാൻ വിളിക്കുന്നുണ്ട് വരണ്ടേ. പക്ഷെ ഭയങ്കര രസട്ടോ. വിളിക്കാറുണ്ട്, പക്ഷെ ആള് ഭയങ്കര സ്പീഡാണ്. അല്ല അതിലല്ല, ശരിക്കും അത് ആൾ പറയാഞ്ഞിട്ട് അതിന്റെ രഹസ്യം. നമുക്ക് ആനയെ അടുത്ത് നിന്ന് കാണാനും അത് എത്ര എനിക്ക് ആനയും കടലും നമ്മൾ എത്ര ആസ്വദിച്ചാലും മതിയാവില്ല. അപ്പൊ നമ്മൾ അടുത്ത് നിന്ന് കണ്ട് ആസ്വദിക്കാൻ കിട്ടുന്നൊരു സമയമാണ്. അത് ഒരെണ്ണമൊന്നും അല്ല, നിരന്ന് നിക്കല്ലേ. ഈ പ്രാവശ്യം കൊണ്ടുവരട്ടോ. അപ്പൊ ഉഷാറാവട്ടെ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യം ചോദിച്ചിട്ട് സമ്മാനം അറിയുന്ന ചോദ്യം വേണേ ചോദിക്കണം. B.Edകാരി ചോദിക്കണേ. B.Edകാരി എന്തായാലും സമ്മാനം കൊണ്ടുപോകും, പിന്നെ ചോദിക്കണ്ടല്ലോ. അപ്പൊ ചോദ്യത്തിലേക്ക് വരാം കേട്ടോ. B.Edകാരിയുടെ ഏറ്റവും എളുപ്പത്തിലുള്ളൊരു ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? കറക്റ്റ്, ജോസഫ് മുണ്ടശ്ശേരിയാണ്. നമ്മുടെ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ഒരിക്കലും ആ പേര് മറക്കാൻ പാടില്ല, തൃശ്ശൂർക്കാരും മറക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, വീട്ടിലേക്ക് സമ്മാനം അടിച്ചിരിക്കുകയാണ്. ഹാപ്പി ആയില്ലേ? പാട്ട് പാടാൻ അറിയാമോ? രണ്ടുപേരും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൻ നിലാവിൽ, ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്ന് വാരിമേൽ പോപുര മാളിക തീർക്കാൻ, അതിൽ നാം ഒന്നായി ആടിപ്പാടാം അല്ലിമലർക്കാവിൽ പൂരം കാണാൻ. അല്ലിമല കാവിൽ പൂരം കണ്ടപ്പോഴാണ് ആളെ കണ്ടുപിട്ടിയത്? അതിന് മുന്നേ കണ്ടുപിട്ടി. എന്തായാലും ഒത്തിരി സന്തോഷം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം എല്ലാവർക്കും കൂടെ. ഹാപ്പി ആയില്ലേ? അപ്പൊ ഹാപ്പി പൂരം. ഡബിൾ ഹാപ്പി. വരില്ലയോ നമ്മളില്ലാതെ എന്ത് പൂരം? എവിടെയെങ്കിലൊക്കെ വെച്ച് നമുക്ക് കണ്ടുപിട്ടാം കേട്ടോ. അപ്പൊ സന്തോഷം. ഓക്കെ, ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു പൂരസന്ധ്യയിൽ. അപ്പോൾ ഞങ്ങൾ കൂടുതൽ അതിഥികളിലേക്ക് പോവുകയാണ്. അവിടെ കുറച്ച് പേര് കാത്തു നിൽക്കുകയാണ്. നമസ്കാരം ഉണ്ട്. എവിടെ നിന്നാ വരണേ? പെരുമ്പിലാവ് കോതച്ചിറ. പെരുമ്പിലാവില്ല, നമ്മുടെ ചങ്ങനകുളം കുന്നംകുളം ഭാഗത്ത് നിന്ന്. കുന്നംകുളം ഞാൻ പറയുന്നത് വേറെ ഒന്നുമില്ല. കുന്നംകുളത്തിന് ചില ആൾക്കാർ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റുകളുടെ നാടാന്ന് പറയുന്നത്. എന്താണ് അഭിപ്രായം? കുന്നംകുളത്ത് എന്തും കിട്ടും. എന്തും കിട്ടും.
അച്ഛനും അമ്മേനും ഒടിയും കിട്ടും. അതന്നെ പറഞ്ഞത്. അച്ഛനും അമ്മയും കിട്ടില്ല, എയ്ഡ്സും കിട്ടില്ല, ബാക്കി എന്ത് കിട്ടും. വേറെ സംഭവം കേട്ടോ, ഈ നോട്ട്ബുക്കുകളൊക്കെ ഭയങ്കര റേറ്റ്. അതിൻ്റെയൊക്കെ മെയിൻ സ്ഥലമാണ് നോട്ട്ബുക്ക്. അതുപോലെ കുറേ മെറ്റീരിയൽ അവിടെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, കുറേ സാധനങ്ങൾ. ഞാൻ ടെക്നീഷ്യനാണ്, എന്തിന്റെ? ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രീഷ്യനാണ്. ഓ ശരി. പേര്? എഡിസൺ. എഡിസൺ. ആഗ്നസ്. എത്രയിലായി? ഞാൻ 8ലേക്ക്. ആൽവിസ്. ആൽവിസിന് എത്ര ഐസ്ക്രീം കഴിച്ചു? ഒരെണ്ണം മേടിച്ചു തന്നുള്ളൂ. ഇപ്പൊ ശരിയാക്കി തരാം, ഞാൻ പുറത്തിറങ്ങട്ടെ, റെഡി ആക്കി തരാം കേട്ടോ. അതിന്റെ പേര്? സ്വപ്ന. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ പഞ്ചായത്തിൽ ക്ലർക്കായി. പഞ്ചായത്തിൽ ക്ലർക്കാണ്. അപ്പൊ ഇതിനൊക്കെ എവിടെ സമയം? പൂരം ആഘോഷത്തിന് ലീവ് ഉണ്ടാവില്ലോ അല്ലേ? ലീവാണല്ലോ, ഇന്ന് ലീവാണ്. അങ്ങനത്തെ ദിവസങ്ങളേക്ക് കിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ജോലി? എങ്ങനെയുണ്ട്? ടെൻഷനൊക്കെ ഉണ്ടോ? ഒരു ഹാപ്പി അല്ലേ അമ്മ? എന്താ വാങ്ങി തന്ന മോള്? കയ്യിലാ ചട്ടം. വിനന്ദർ വാങ്ങിയത് അത് സാധനം, സ്പൂണാണോ? എന്തായാലും കുഴപ്പമില്ല. അടുക്കളയിൽ കണ്ടു എത്ര ഇത് വീട്ടിലൊരു 4 ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മൾ മേടിക്കും. അതാണ് നമ്മുടെ തൃശ്ശൂരിന്റെ പ്രത്യേകത അല്ലേ. നമ്മളിവിടെ വന്നിട്ട് ഇതിനുള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും വാങ്ങാതിരിക്കില്ല. അവിടെ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചോ. തിന്നണതാണോ? തിന്നണ സാധനമാണല്ലേ? ആ എന്ത് ചെയ്യണേ? കൃഷിഭവനാണ്. അപ്പൊ പച്ചക്കറി വിത്താണോ? അല്ലല്ല, വേറെ സാധനങ്ങളാണ്. എങ്ങനെയുണ്ട് കൃഷിഭവനൊക്കെ? ഉഷാറായിട്ട് പോകണു? കൃഷിഭവനിലെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകും. ഇപ്പൊ മഴക്കാലമായി കഴിഞ്ഞാൽ തിരക്കായി തുടങ്ങിയല്ലോ അല്ലേ? തൈകളൊക്കെ വന്നു തുടങ്ങി, ഫുള്ള് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പൂരത്തിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നെ? എങ്ങനെയാണ് നിങ്ങൾ വരുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ? പൂരം അടിപൊളിയല്ലേ? വരാറുണ്ടോ? എല്ലാ കൊല്ലം വരാറുണ്ട്. വെടിക്കെട്ട് കാണാം, അത് കഴിഞ്ഞ് നേരം വിളിക്കുമ്പോൾ പോവും ചെയ്യും. എല്ലാത്തിനും കൊണ്ടുവരുമോ? ഇല്ല, ഞാൻ മാത്രം പൂരത്തിന്റെ ദിവസം വരെ ആയിട്ട് വരുമ്പോ ബുദ്ധിമുട്ടാണ്. എല്ലാരും കൊണ്ടുവരുമോ? ഞാനാരെയും കൊണ്ടുവരാറില്ല, ഞാൻ മാത്രമേ വരുള്ളൂ. അങ്ങനെ ഇനി പിടിവിട്ടാൻ പറ്റില്ല. ഈ പ്രാവശ്യം പോയി അങ്ങനെ ശരിയാ. എത്ര കാലം ഒറ്റയ്ക്ക് വരാൻ തുടങ്ങിയിട്ട്? ഒരു 5 വർഷത്തോളായി. 5 വർഷം നടക്കില്ല മച്ചാ, നടക്കില്ല. ഈ പ്രാവശ്യം എന്തായാലും ഒരു കാരണവശാലും വിടരുത്. ഈ പ്രാവശ്യം പറയണം, പപ്പ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല, ഞങ്ങളോട് വേണമെന്ന് പറയാ. വേറെ ഒന്നുമില്ല, ഞാൻ പറയണതേ ഏതാ പപ്പയാ കുന്നംകുളം വരെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോരൂലേ? അങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ടല്ലേ? നമുക്ക് വിട, നമുക്ക് ശരിയാവില്ലടാ. അതെ, ശരിക്കും ഞാൻ പറഞ്ഞില്ല, സമയപ്രദർശനമൊക്കെ ആണെങ്കിൽ ഒന്ന് വന്ന് എല്ലാവരും പിറ്റേ ദിവസം വരാൻ കുഴപ്പമില്ല. പൂരത്തിന്റെ ദിവസം സ്ത്രീകളെ കേട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ അവസ്ഥ അറിയാം, അത് കാരണം കാണിക്കാൻ പാടില്ലേ? അത് കുഴപ്പമില്ല. സൺഡേ ഒക്കെ വന്നിട്ട് അത് വരാറുണ്ട്, ഇടയ്ക്ക് വന്ന് കാണാറുണ്ട്. സാമ്പിള് കാണാറില്ല, അങ്ങനെ വരാറില്ല. ഈ പ്രാവശ്യം എന്തായാലും ഒരു കാര്യം അടിച്ചു ചേട്ടൻ തീരുമാനിച്ചിരിക്കുന്നു, കുടുംബസമേതം സാമ്പിൾ അല്ലെങ്കിൽ സമയപ്രദർശനത്തിന് എത്തുന്നതായിരിക്കും. അപ്പോൾ എനിക്കുള്ള കമ്മീഷൻ എടുക്കുക, ഞാൻ റെഡിയാക്കി തന്നാ, ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇവരെ വരും ഈ പ്രാവശ്യം, ഉറപ്പല്ലേ? അപ്പൊ ഇതിൽ ആരാ പാട്ട് പാടുന്നത്? ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. അപ്പോൾ അടിപൊളി പാട്ടൊക്കെ പാടിയിട്ട് എന്തായാലും ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള നടൻ, സിനിമാ നടൻ? ഇവിടെയാണോ ചോദ്യം? എന്നോടോ ബാല? കാരണം പഞ്ചായത്തിലെ ക്ലർക്കൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ മലയാള സിനിമ നടൻ. ഉത്തരം പ്രേം നസീർ, നമ്മുടെ നിത്യ ഹരിത നായകനാണ്. പ്രേം നസീറിന്റെ പടങ്ങളൊക്കെ ഇഷ്ടമാണെന്നോ? കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. പിന്നെ ഒന്നും അതില്ല അല്ല? എഡിഷനേറിന് നല്ല ഓർമ്മയുണ്ടോ? പിന്നെ കുന്നംകുളത്ത് കുറെ തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല? ഇപ്പൊ രണ്ട് തിയേറ്ററിലായിട്ട് മാറി, കുറെ തിയേറ്ററൊക്കെ പോയി. ഇപ്പൊ 2 തിയേറ്ററോളം ഉണ്ട്. അന്നത്തെ കാലത്ത് ആ സിനിമകളൊക്കെ കാണാൻ പോവാറില്ലേ? തറയിലിരുന്ന് കണ്ട ഓർമ്മ? ഫ്രണ്ടിലിരുന്ന് കാണുന്നുണ്ട്. മമ്മിയുടെ പപ്പട തിയേറ്ററുണ്ട്. മമ്മിയുടെ പപ്പട തിയേറ്റർ എവിടെയാണെന്ന് എനിക്കറിയണം. ഉണ്ടോ? ഇവളുടെ പേര് സ്വപ്ന എന്നാണല്ലോ, ഭയങ്കര ഇല്ല. എന്തായാലും ഒത്തിരി സന്തോഷം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പോയിട്ട് എല്ലാവരോടും പറയാം, എനിക്ക് കിട്ടിയ ഒരു പവൻ പറയണം. എന്നിട്ട് കാണാം. സന്തോഷം. ഒരു ഹാപ്പി പൂരം പറഞ്ഞേ. വീണ്ടും പൂരസന്ധ്യയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരാൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് നിന്നിങ്ങനെ കുറേ നേരം മൊബൈൽ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എടുത്ത് തരണമെന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ ഫോൺ തന്നു. ഞാൻ 2 പേരുടെ ഫോട്ടോ എടുത്ത് കൊടുത്തു. ഒരാൾ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. ചേച്ചി പേര്? എൻ്റെ പേര് കാർത്തിയാനി അല്ലേ? ഇവിടെ ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ ഈ വർഷം അല്ല, ഈ വർഷം ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ട്. എങ്ങനെയുണ്ട് എക്സിബിഷൻ ഒക്കെ? നന്നായിട്ടുണ്ട്. ഓക്കെ.
ഞങ്ങളൊക്കെ എവിടെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ട് ഇവിടെ? പ്രോഗ്രാം എല്ലാ പരിപാടിയും കാണാറുണ്ട്. ഞങ്ങൾ ഇന്നലെ ഇരുന്ന് കാണാറുണ്ടല്ലേ? ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പൊ എന്തായാലും പൂരത്തിന് വരാറുണ്ടോ? പൂരത്തിന് വരും ഞങ്ങള്. ഇപ്രാവശ്യം വരുന്നുണ്ട്. അതെന്തായാലും നമുക്ക് ഇല്ലാതെ പറ്റില്ലോ അല്ലേ? എന്താ ചെയ്യണേ? ഞാൻ ടീച്ചറായിരുന്നു, പെൻഷനറാണ്. ഓ അത് ശരി. അപ്പൊ സ്വസ്ഥം ഗൃഹഭരണമായിട്ടിരിക്കുന്നു. പേര് വിട്ടുപോയി? കാഴ്ച. അപ്പൊ ഒത്തിരി സന്തോഷം. നെല്ലുവായില്ലേ? ഓ ശരി, സന്തോഷം കേട്ടോ. അപ്പൊ ഒരു ടീച്ചറെയാണ് നമുക്ക് കിട്ടിയത്. ആ ടീച്ചറെ കിട്ടി ടീച്ചറോട് ഇങ്ങനെ നമ്മൾ സംസാരിച്ച് മുന്നോട്ട് കടന്ന് പോകുമ്പോൾ കൂടുതൽ അതിഥികളിലേക്ക് നമ്മൾ എത്തിക്കണം. ഇവിടെ കുറച്ച് ചിടുങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമസ്കാരമുണ്ട്. എന്തായി പൂരത്തിന്റെ വിശേഷം? അടിപൊളിയായിട്ടുണ്ട്. ആർക്കുള്ള കൂടെ? ഇവരൊക്കെ ഉണ്ടോ? ആ അത് ശരി. എല്ലാരും ഒന്ന് പരിചയപ്പെടാം. നമസ്കാരമുണ്ട്. എന്താ പേര്? ജിജോ. ജിജോ എവിടെ നിന്ന് പറഞ്ഞേ? എരുമപ്പെട്ടി. ആ ഓ ശരി ശരി. പേരെന്താണോ? ക്രിസ്റ്റീന. എത്രയല്ല പഠിക്കണേ? 4ലേക്ക്. അമ്മ പേര്? പ്രിൻസി. റീജ. എത്രയല്ല? സംശയമാണോ? 6ആണോ 7ആണോ? ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പിക്കലാ? 7. ഗ്ലാഡി. അപ്പൊ നിങ്ങൾ കയറിയിട്ട് കണ്ടിട്ട് നിക്കണതാണോ? അവര് അപ്പൊ ഒരുമിച്ച് പോരാന്നോ? ഒരുമിച്ച് കാണാൻ പോണോളൂ. ഇവരുടെ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ടെന്ന് അല്ലേ? ഇവരെ കണ്ടതല്ലേ? എപ്പൊ കയറി? കുറച്ചേരായി. അമ്മ ഒന്നും വാങ്ങിയില്ലേ? ബാഗിൽ ഒളിപ്പിച്ച് വെച്ചേക്കണോ? എന്ത് കൊടുത്തു? മോൾ അമ്മയ്ക്ക് എന്ത് മേടിച്ചു കൊടുത്തു? അമ്മ എന്ത് മേടിച്ചു? അമ്മ എന്ത് മേടിച്ചു? അമ്മ ഒന്നും മേടിച്ചതില്ല. തീർച്ചയായിട്ടും. എന്താ ചെയ്യണേ? വെൽഡിങ്. എങ്ങനെയുണ്ട്? അടിപൊളി. എല്ലാ പ്രാവശ്യം വരാറുണ്ടോ? ചെറുപ്പത്തിലെ വരാറുണ്ടോ? അപ്പൊ അമ്മ ഒത്തിരി സന്തോഷം. അപ്പോൾ പൂരസന്ധ്യയിൽ വീണ്ടും ഒരു അതിഥിയിലേക്ക് എത്തുകയാണ്. നമസ്കാരം. എന്റെ പേര് ബിസ്മിത. എവിടെ നിന്ന് വരുന്നേ? കുന്നംകുളം. സ്മിത. കുന്നംകുളം. എങ്ങനെയുണ്ട് നമ്മുടെ പൂരത്തിന്റെ എക്സിബിഷൻ ഒക്കെ? നന്നായിട്ടുണ്ട്. എല്ലാ വർഷം വരാറില്ലേ? എല്ലാ വർഷം വരാറുണ്ട്. ഞാൻ ഇവിടെ ഇല്ല, പുറത്താണ്. എന്നാലും എവിടെ സ്ഥലം? എവിടെയാ? പുറത്തെവിടെയാ? ഞാൻ ദുബായിൽ. അപ്പൊ ഇപ്പൊ ലീവിന് വന്നാണ്. അപ്പൊ പൂരത്തിന് ഉണ്ടോ ഈ പ്രാവശ്യം? ഉണ്ടാവും. ഞാൻ 13-ാം തീയതി പണിക്ക് പോവാ. അപ്പൊ പിന്നെ എന്തായാലും 5-6 ഒക്കെ ഇവിടെ ഉണ്ട്. പൂരം കൂടാൻ തന്നെയാണ് ലീവ് എടുത്താണോ? അങ്ങനെ പറയില്ല, എന്നാലും അത് കൂടെ പൂരം. എത്ര നാളായി പൂരം കൂടാൻ പറ്റാതിരുന്നിട്ട്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടായിരുന്നില്ല, അതിന് മുമ്പത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലീവ് അനുസരിച്ചിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ആ സമയമാകുമ്പോ ലീവ് കിട്ടുമോ? എങ്ങനെയാണ്? ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊരു രസമല്ലേ? അവിടെ ഇരിക്കാൻ പറ്റുണ്ടോ ആ സമയമാകുമ്പോ? ഞങ്ങള് ഇപ്പൊ ഓൺലൈനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വരുന്ന ഒരു ഫീല് വല്ലാത്തൊരു ഫീൽ ഇല്ല. അതില്ല. പക്ഷെ ലൈവായിട്ട് നമുക്ക് പൂരം കാണാം. ടി വിയിൽ കാണുന്നുണ്ട്, എല്ലാ പരിപാടികളും കാണുന്നുണ്ട്. കുഴപ്പമില്ല. എങ്ങനെ പൂരത്തിന് ഈ പ്രാവശ്യം ആളുള്ള എൻജോയ് ചെയ്ത് കാണാൻ പറ്റൂല്ലേ? അവിടെ തന്നെ. നിങ്ങൾ എല്ലാവരും ഫാമിലി അവിടെ തന്നെയാണ്? ഓ അത് ശരി. എന്താ ചെയ്യണം അവിടെ? ഞാനൊരു ഷിപ്പിംഗ് കമ്പനിയിലാണ്. ഓ അത് ശരി. അപ്പൊ കുടുംബസമേതം അവിടെയാണ്? നാട്ടിൽ തന്നെ. മക്കളൊക്കെ ഇല്ലേ? 2 പേരുണ്ടല്ലേ? അപ്പൊ ജോലി വല്ലതും ഉണ്ടോ? ഓക്കെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ദുബായിൽ നിന്ന് വന്ന സമ്മാനം മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ? അയ്യോ, ചെറിയ ചോദ്യമാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം? സ്റ്റേറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരമാണോ? രാജസ്ഥാൻ. കൃത്യമായ ഉത്തരവാണ്. മറ്റേ പേര് വിട്ടുപോയി. ബിസ്മിത. ചെറിയ ബിസ്മതിയല്ല. ഉത്തരം പറഞ്ഞ് സമ്മാനം കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണെന്നായിരുന്നു ചോദ്യം. ഉത്തരം രാജസ്ഥാൻ എന്ന് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കേരള വിഷന്റെ സമ്മാനം ഇപ്പോൾ ഡയറക്ടർ കൊടുക്കുകയാണ്. ബിജു സാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ബിജു സാറേ വീണ്ടും സമ്മാനം നോക്കിക്കോളൂ. ഹാപ്പിയായോ? കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം ഇപ്പൊ ലഭിച്ചിരിക്കുകയാണ്. സന്തോഷമായില്ലേ? ഇത് പ്രതീക്ഷിച്ചോ? ഒരിക്കലുമില്ല. ഫോട്ടോ എടുത്തിട്ട് വീഡിയോ പോകാൻ തുടങ്ങിയതാ അല്ലേ? അപ്പോഴേ ഞങ്ങള് മുന്നിൽ. അപ്പൊ ദുബായി പോയിട്ട് ഫ്രണ്ട്സിനോടൊക്കെ പറയോ? ഒരു സർപ്രൈസ്. ഇതാണ് ഈ പൂരത്തിന്റെ ഒരു നിമിഷങ്ങൾ എന്ന് പറയുന്നത്. സർപ്രൈസാ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വരുമ്പോ പഴയ കൂട്ടുകാരൊക്കെ കാണാറുണ്ടോ? വളരെ കുറച്ച്. എല്ലാരും ഈ പറഞ്ഞ പോലെ പുറത്തല്ലേ, പുറത്ത് ഓരോരോ പണികളായിട്ട് കാരണം നമ്മള് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കൂട്ടിമുട്ടാറുണ്ട്. എന്നാലേ ഈ പ്രാവശ്യം ഉഷാറാവട്ടെ. ഇനി 13-ന് തിരിച്ചു പോകും. ഞാൻ 13 ആളും ഉണ്ടാവൂലേ? ഉണ്ടാവും. അപ്പൊ സന്തോഷം. മക്കളുടെ പേര്? അൽഷിമ അല്ലേ? ഓക്കെ. ഒത്തിരി സന്തോഷം. അങ്ങനെ പൂരസന്ധ്യയിൽ കുറച്ച് അതിഥികൾ വീണ്ടും ചേരുകയാണ്. നമസ്കാരം. പേരെന്താണ്? റോസ്മേരി. എവിടെ സ്ഥലം? എറണാകുളം. എവിടെ? മരട്. ഭയങ്കര ഗംഭീര വെടിക്കെട്ടൊക്കെ ഉള്ള സ്ഥലമല്ലേ? പേര്?
എന്ത് എവിടെ സ്ഥലം? ആലപ്പുഴ. ആലപ്പുഴ, നമ്മുടെ ഏറ്റവും സുന്ദരമായ സ്ഥലം. നമസ്കാരം ഭായി, എന്ത് പേര്? വിഷ്ണു. എവിടെ സ്ഥലം? ചാവണിശ്ശേരി, ഇവിടെ അടുത്ത് തന്നെ, തൃശ്ശൂർ തന്നെ. നമ്മുടെ തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് ഇപ്പൊ എവിടെ? തൃശ്ശൂരാണ്. അപ്പൊ എന്താ ചെയ്യണം നിങ്ങൾ എല്ലാവരും? ഞങ്ങളുടെ ചാവണിശ്ശേരി സർവീസ് ബാങ്കിൽ വർക്ക് ചെയ്യണം. അപ്പൊ ഇവരൊക്കെ അവിടെ തന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ നാട്ടിലെ ആ സംസ്കാരവും നമ്മുടെ ഈ തിരക്കൊക്കെ കണ്ടപ്പോ ഇവരെന്ത് പറഞ്ഞു? ഞെട്ടിപ്പോയോ? ഇല്ലില്ല, ഇവര് അല്ല, അവരെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ. അതോ ഞാൻ ചോദിച്ചത്, കഴിഞ്ഞ ഇറങ്ങിയപ്പോ എന്താ പറഞ്ഞേ? അവർക്ക് എക്സൈറ്റ്മെന്റ് ആയോ? നിങ്ങൾ അവിടേക്ക് ഇങ്ങനെ തിരക്കുണ്ടോ? ഇതുപോലെ തിരക്കുണ്ടോ? ഇതുപോലെ തിരക്കില്ല. ഇവിടെ എറണാകുളം പിന്നെ കുറച്ചുകൂടി അല്ല, ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു. പൂരത്തിന്റെ ആ ഒരു ഇതാണ്. എന്തായാലും വൈകുന്നേരം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കിലേക്ക് എത്തും. അപ്പോൾ എങ്ങനെയുണ്ട് തൃശ്ശൂർ പൂരത്തെ? വന്നിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് എന്തായാലും ഇവരെ കാണിക്കായിരിക്കും. നിർബന്ധമായിട്ട് എന്തായാലും വരണം കേട്ടോ. എത്ര തിരക്കുണ്ടെങ്കിലും ആ ചമയപ്രദർശനം തൊട്ട് ഒന്ന് വരിക, ചിറ്റി അടിക്കുക. എന്തായാലും മരടിയിൽ നിന്നൊക്കെ വന്നിട്ട് എറണാകുളംകാരിനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. തൃശ്ശൂർക്കാരാക്കി അല്ല, ഇത് പറയുമ്പോൾ പറഞ്ഞു ഞാൻ ആലപ്പുഴയാണ്, ഞാൻ മരടാന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ തൃശ്ശൂർക്കാരാണ് ഇവര്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യം ചോദിച്ച് ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് എന്തായാലും അല്ല, യു പി ഉറപ്പിക്കാമോ? ഇവിടെ പേര് പറഞ്ഞു. വിഷ്ണുവേട്ടൻ കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. യു പി ആണ് കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം. ഞാൻ ചോദിക്കാൻ കാരണം എന്തറിയോ? ബാങ്കിലൊക്കെ വലിയ വലിയ ആൾക്കാരിൽ എന്തായാലും പഠിക്കാണ്ട് വരില്ലല്ലോ. സാറില്ല, നമ്മുടെ ടീമിന് മൊത്തം കിട്ടി. അതാണ്, നമ്മുടെ ടീമിന് കിട്ടി. അപ്പോൾ ഏറെ സന്തോഷമുണ്ട്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എങ്ങനെ ഹാപ്പി ആയോ? ഹാപ്പിയാണ്. ഇത് പ്രതീക്ഷിച്ചോ? ഇല്ലില്ല, നമ്മള് തൃശ്ശൂർക്കാർ അങ്ങനെയാന്ന് പറയും. പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ലൈഫിൽ ഉണ്ടാവുക അല്ലേ? അതിപ്പോ തോന്നിയില്ലേ? അപ്പോൾ ഹാപ്പി പൂരം. എല്ലാവരോടും ഒന്ന് വാങ്ങിക്കോളൂ ഒരുമിച്ച് സന്തോഷത്തോടെ. കൈ പിടിച്ചോളൂ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. ഹാപ്പി പൂരം. അപ്പൊ നമ്മുടെ ഒപ്പം പുതിയൊരു അതിഥി ചേരുകയാണ്. വെറും അതിഥിയല്ല, നല്ലൊരു ഗായകനാണ്. ആദ്യം തന്നെ പറയുകയാണ്, ഗായിക എപ്പോഴെത്തി ഉള്ളില്? ഞാനൊരു 1.5 മണിക്കൂർ മുമ്പ് എത്തി. തന്നെയുള്ളൂ ഇപ്രാവശ്യം? ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, വേറെ കുടുംബം ഫാമിലി വീട്ടിലാണ്. ഞങ്ങള് വേറൊരു കാര്യത്തിന് കൂടി വന്നാണ്. അപ്പൊ ഒന്ന് ചുറ്റിയെടുത്ത് കയറാന്ന് വിചാരിച്ചു. അപ്പൊ ജസ്റ്റ് ഒന്ന് കയറാൻ. ഇനിയിപ്പോ എങ്ങനെയാണ് നമ്മുടെ പൂരത്തിന്റെ ഒരുക്കങ്ങൾ? എങ്ങനെയാ പൂരത്തിന്റെ ഒരുക്കങ്ങള് തകർത്തിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ രാവിലെ തന്നെ എത്തില്ലേ? രാവിലെ എത്തും. സമയപ്രദർശനം തൊട്ട് എത്തും. ഇവിടെ ഫുള്ളുണ്ടാവും. ഫാമിലി ഒരു 3 ദിവസം ഇവിടെ ഫുള്ളുണ്ടാവും. അങ്ങനത്തെ തന്നെ, ഇതാണ് തൃശ്ശൂർക്കാര്. ഇങ്ങോട്ട് പോര് തന്നെ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി പാട്ട് പഠിക്കാൻ. പാട്ട് പാടാനായിട്ട് സൗണ്ട് ഉള്ളതുപോലെ അങ്ങോട്ട് ഓണം പോലെ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. അടിപൊളി അടിപൊളി. അപ്പൊ ഒത്തിരി സന്തോഷം. വീണ്ടും പൂരത്തിന് അന്നൊക്കെ കണ്ടുകൂട്ടാം. തീർച്ചയായിട്ടും. അപ്പൊ ഹാപ്പി പൂരം. ഹാപ്പി പൂരം. അടിപൊളി. എല്ലാവർക്കും, നമ്മുടെ തൃശ്ശൂർക്കാർക്കും വേൾഡിലെല്ല എല്ലാവർക്കും തൃശ്ശൂർ പൂരത്തിന്റെ ഹാപ്പി തൃശ്ശൂർ പൂരം. എന്റെ എല്ലാവിധ ഹൃദയത്തിൽ നിറഞ്ഞ ആശംസകളും. അപ്പോൾ കൂടുതൽ അതിഥികളിലേക്ക് എത്തിക്കുകയാണ്. ഒരു ചക്കര കുട്ടിയോടെ നിൽക്കുന്നത്. ചക്കര കുട്ടിയുടെ പേരെന്താ? ആവണി. എത്രയിലായി ഇപ്പോ? 4ലേക്കായി. വലിയ കുട്ടിയായി ഇപ്പോ അല്ലേ? എന്ത് മേടിച്ചു തന്നു ഈ പ്രാവശ്യം? ഐസ്ക്രീം മേടിച്ചോ? ഇല്ലേ? അതിന്റെ ഐസ്ക്രീം കഴിക്കാഞ്ഞേ? ചുമയായതുകൊണ്ട് ഐസ്ക്രീം. ഇതിന് പകരം നമുക്ക് വീട്ടണം. ചുമയൊക്കെ മാറി കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം കഴിക്കണം. അച്ഛനോട് ചോദിക്കട്ടെ. അച്ഛാ പേരെന്താ? സുബിൻ. എവിടെ സ്ഥലം? കടങ്ങോട്. ഇവിടെ തന്നെ, നാട്ടിൽ തന്നെയാണോ? അല്ലല്ല, വിദേശത്താണ്, ബഹ്റൈനിലാണ്. അപ്പൊ ഇപ്പൊ പൂരത്തിന് വന്നാണ്? പൂരത്തിനായിട്ടല്ല, വെക്കേഷൻ, വിഷു. അങ്ങനെ പൂരം കിട്ടി. പൂരം കിട്ടുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നാളായി പൂരം കൂടാതെ? ഒരു 10 വർഷമായി. നമ്മുടെ നാട്ടിലെ പൂരത്തിന് വരാറുണ്ട്, അത് മിസ് ചെയ്യാറില്ല.
കഴിഞ്ഞ വർഷം മാത്രമേ മിസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി തൃശ്ശൂർ പൂരം കിട്ടിയിട്ട് 10 വർഷമായി. ഈ ഇതെല്ലാം എന്തായാലും പൊളിക്കാനുള്ള അറിഞ്ഞ ആർമാദിക്കും. ഇപ്രാവശ്യം എന്തായാലും പൊളിക്കും. നമ്മളൊരു പൂരപ്രാന്തനാണ്. പിന്നെ അല്ലാണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ 10 വർഷം 9 വർഷം എങ്ങനെ ഇരിക്കാൻ പറ്റിയ 9 വർഷം മിക്കവാറും മൊബൈലില് ഡ്യൂട്ടിയുള്ള ടൈമില് മൊബൈലിൽ കാണും, അല്ലെങ്കിൽ ഡ്യൂട്ടിയുള്ള സമയത്ത് മൊബൈലിൽ വൈഫ് അവിടെയാണോ? അല്ലല്ല, വൈഫ് നാട്ടിലാണ്. വൈഫിനെ വിളിച്ച് പറയാറുണ്ടോ? അന്നത്തെ ദിവസം രാത്രി മാത്രമേ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ 2-3 നേരം വിളിക്കാറുണ്ട്. ഇങ്ങനെ ഒരു പൂരപ്രാന്തനെ കിട്ടും. പൂരപ്രാന്തനാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിച്ച സമയത്ത് ഈ രോഗം ഉണ്ടായിരുന്നോ? ആ കല്യാണം കഴിഞ്ഞ സമയത്തും ഈ രോഗം രോഗം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്ര വലിയ രോഗിയാവും വിചാരിച്ചില്ല. പൂരത്തിന് മാത്രമേ വരുള്ളൂ. എല്ലാ ആനകളുടെ പേര് അറിയാം, എല്ലാ പൂരം നടക്കുന്ന സ്ഥലം കൂടെ അറിയാം. അല്ല ഇത്ര വലിയ രോഗിയാവും നമ്മൾ വിചാരിച്ചില്ല. ഭയങ്കര താല്പര്യമാണ്. പേര് ചേച്ചിയുടെ പേര് വിമി. വിമിയേച്ച് വിചാരിച്ചിട്ടുണ്ടാവില്ല ഇവിടുന്ന് പോയുമ്പോഴെങ്കിലും ഈ സ്വഭാവം മാറും. അവിടെ ഉണ്ട്, ബഹറിലുണ്ട്, തൃശ്ശൂർ പൂരം. ഇതുപോലെയല്ല. എത്ര ദിവസം ഉണ്ട് അവിടെ? അവിടെ ഒരു ദിവസം. ഇവിടുന്ന് കലാകാരന്മാരൊക്കെ പരിപാടി അതിനൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം എങ്ങനെയാണ് നിങ്ങളുടെ ഈ 10 വർഷത്തെ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യും? എങ്ങനെയാണ് 10 വർഷത്തെ ഗ്യാപ്പ്? തലേദിവസം വരെ വരാനാണ്, തലേദിവസം മുതൽ വരാനാണ്. സമയപ്രദർശനം പിന്നെ പൂരത്തിന്റെ അന്ന് വന്നിട്ട് പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം പോകുള്ളൂ. അതുവരെ അതുവരെ ഉണ്ടാവില്ല. നമ്മുടെ ഫ്രണ്ട്സ് ഒരു കാര്യം ചെയ്യും, സമയത്തിന് കൊണ്ടുപോവാ. ശാപം കിട്ടും. ഇങ്ങനെ പറഞ്ഞാൽ സമയത്തിന് കൊണ്ടുവന്നിട്ട് ഒരു ചിറ്റി അടിച്ചിട്ട് വീട്ടിൽ കയറ്റിരിച്ച, എന്നിട്ട് പറയാം നീ TV ഇരുന്ന് കണ്ടോ എന്ന് പറഞ്ഞേക്കാം. അല്ലേ? അപ്പൊ അത് റെഡിയാക്കി സെറ്റ് ആക്കി കേട്ടോ. കമ്മീഷൻ വേണേ, ചെലവ് ചെയ്യണം. അമ്മ എന്താ പിന്നെ അടിക്കണേ? നല്ല തന്നെ. എങ്ങനെയുണ്ട്? സന്തോഷമായോ? മോൻ 10 വർഷത്തിന് ശേഷം വന്നു. 10 വർഷത്തിന് ശേഷം മരുമകൻ എന്ത് തന്നു ഇവിടെ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട്? കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചു തന്നു. ഒന്നും തരണ്ട, കൂടെ ഇങ്ങനെ നടന്നാ പോരെ. അതല്ലേ സന്തോഷം. ഞങ്ങൾക്കാണ് എക്സിബിഷൻ ഒക്കെ വരാൻ പറ്റണത്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമുക്ക് ചെറിയ ചെറിയ ജീവിതത്തിന്റെ അണ്ടനം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത്. ശരിയാണ്. 2 പെൺകുട്ടികളാണ്, ആൺകുട്ടികളില്ല. അപ്പൊ എല്ലാ ഉത്തരവാദിത്തം കൂടെ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി എങ്ങനെയാ അവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ? അത് എങ്ങനെയാണ് പ്ലാൻ? എങ്ങനെയാണ് ലൈഫിന്റെ? ഇപ്പൊ അങ്ങനെ തീരുമാനിച്ചില്ല, അവിടെ നിന്നേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ചു കാലം കൂടി അവിടെ കണ്ടിന്യൂ ചെയ്യാനാണ്. ആളെ കൊണ്ടുപോകണ്ടോ? ആളെ വിസിറ്റിന് കൊണ്ടുപോകാറുണ്ട്. ചക്കര ഒരു പാട്ട് പാടി തരുമോ എനിക്ക്? അറിയോ ഏതെങ്കിലും ഒരു പാട്ട്? തൊണ്ട അങ്ങോട്ട് ശരി ആവണില്ല, അല്ലെങ്കിൽ ഞാൻ ഐസ്ക്രീം മേടിച്ച് കഴിച്ചേരെന്ന് പറഞ്ഞ ആളാണ്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. പൂരം സന്ധ്യയിൽ മനോഹരമായൊരു നിമിഷത്തിലൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ചോദിച്ച് ഉത്തരം പറയുകയാണെങ്കിൽ ഒരു കിടിലൻ സമ്മാനം കൊടുത്ത് നമുക്ക് വിടാം. അപ്പൊ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഗോവ. ആഹാ, പഠിച്ചു വന്നേക്കും അല്ലേ? 2 കൽപ്പിച്ച് പഠിച്ചു വന്നേക്കുവാണ്. 2 തെറ്റിയിട്ടില്ല, കറക്റ്റ് ഉത്തരമാണ്. ബഹറിൽ നിന്ന് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പേരുവിട്ടുപോയി. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബഹറിൽ നിന്ന് സുബിൻ വന്നത് വെറും കൈയോടെയല്ല. ഇനിയുള്ള കാണാനുള്ള പൂരങ്ങൾ കാണുവാനും 10 ദിനങ്ങൾ അടിച്ചു തകർക്കുവാനുമുള്ള ആവേശത്തിലാണ് സുബിൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള ഗജൻ ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള ഗജൻ രാമൻ തന്നെ. യെസ്. രണ്ടാമത് പാമ്പാടി രാജൻ. കാളിദാസൻ. അങ്ങനെ പോകുന്നു. ഈ ഇതിന് എത്രാമത്തെ ഇഷ്ട? പിന്നെ രാമനായിട്ട് കുറച്ച് കൂടുതൽ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പ്രശ്നം. ഇനി എങ്ങനെയെങ്കിലും ഒരു കലാപം ഉണ്ടാക്കാൻ നോക്കിയിട്ട് നടക്കണില്ലല്ലോ ദൈവമേ. ഒരു രക്ഷയില്ല കേട്ടാ. ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ഒരു ഇതുണ്ടാക്കിയിട്ട് നടക്കണില്ല. എന്തായാലും ഒരു കാര്യമുണ്ട്. പേരുവിടെ വിമി ചേച്ചിന്റെ അപ്പുറം ഒന്നും ഇല്ല, ഉറപ്പിച്ചു. അതാണ് വേണ്ടത്. അപ്പൊ സന്തോഷം. നമ്മുടെ മനോഹര നിമിഷത്തിൽ ഒരു കിടിലൻ സമ്മാനം ചക്കര എല്ലാവരോടും ഒരുമിച്ച് മേടിക്കാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം അങ്ങനെ സുബിൻ ചേട്ടൻ ഫാമിലി മേടിച്ചിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ പൂരത്തിന് കണ്ടുകൂട്ടാം. തീർച്ചയായും. ഹാപ്പി പൂരം. ഹാപ്പി പൂരം. അപ്പോൾ പൂരസന്ധ്യയുടെ മനോഹരമായ നിമിഷത്തിന് തൽക്കാലം വിട നൽകുകയാണ്. കഴിഞ്ഞ 10 ദിവസം പൂരനഗരിയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് അതിഥികളിലേക്കൊക്കെ ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു. ഒരുപാട് സമ്മാനങ്ങളൊക്കെ ധാരാളം പേർക്ക് കൊടുക്കുവാനൊക്കെ സാധിച്ചു. ഏറെ സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് പൂരസന്ധ്യ ഓരോ വർഷവും പോകുന്നത്. ഈ കുറി വീണ്ടും ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം. അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് ഞങ്ങൾ വിട നൽകുന്നു. ഇനിയുള്ള ദിവസമാണ് മക്കളെ നമ്മൾ കാണാൻ പോകുന്ന ഗംഭീരമായ പൂരത്തിന്റെ ഒരുക്കങ്ങൾ. സമയപ്രദർശനം തത്സമയമുണ്ട്. മാനത്തെ പൂരം തത്സമയമുണ്ട്. ഒപ്പം നെയ്തിലക്കാവിലമ്മ നട തുറക്കുന്ന മനോഹരമായ ആ ഒരു നിമിഷം നമ്മൾ തത്സമയമുണ്ട്. പൂരങ്ങളുടെ പൂരം 36 മണിക്കൂർ തത്സമയത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ TCV ഒരുക്കുകയാണ്. അണിയറയിൽ വിപുലമായ ക്രമീകരണങ്ങൾ തന്നെയാണ് ഈ കുറി ഒരുക്കിയിരിക്കുന്നത്. എല്ലാം ഭംഗിയാണ്. അപ്പൊ നിങ്ങൾ കൂടെ ഉണ്ടാവുക.
പൂരത്തിന്റെ മനസ്സറിഞ്ഞ ടീം TCVയോടൊപ്പം. അപ്പോൾ തൽക്കാലം പൂരത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം.